ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് 10 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എൻ്റെ ഫേസ് പോലും കാണാതെ എൻ്റെ സൗണ്ടിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ചാനലിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കോഫിയിലായിരുന്നു. അത് മാത്രമല്ല, ഈ ദിവസത്തിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ അമ്മമ്മ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ അന്നത്തെ അടുക്കള കാര്യങ്ങൾ മൊത്തം ഹാൻഡിൽ ചെയ്ത് ഞാനായിരുന്നു. അതിനുശേഷം ഞാൻ അടുത്ത ദിവസം പുറത്തോട്ടൊന്ന് പോയായിരുന്നു. അന്ന് ഒരിടത്തും പോകാൻ പറ്റിയില്ല. അടുത്ത ദിവസമായപ്പോൾ പുറത്തോട്ട് പോയി. പുറത്തോട്ട് പോകാൻ വേറൊരു റീസണും കൂടെ ഉണ്ടായിരുന്നു. ഒത്തിരി നാളായിട്ട് ഞാൻ കാത്തിരുന്ന് എനിക്ക് എന്തുമാത്രം പേഷ്യൻസ് ഉണ്ടെന്ന് പഠിപ്പിച്ചെന്ന ഒരു ആഗ്രഹം സാധിച്ച ദിവസമായിരുന്നു. അത് മറ്റുള്ളവരെ കണ്ടിൽ ചെറുതായിരിക്കും, എനിക്ക് ഒത്തിരി വലുതായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ കാത്തിരിപ്പിനിടയിലാണ് ഞാൻ ഈ കുക്കിങ്ങും പിന്നെ അല്ലറ ചില്ലറ കുട്ടി കുട്ടി കലകളും പഠിച്ചത്. ചെറുതും വലുതെന്നില്ലാതെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചോളൂ, അതിനുവേണ്ടി കഷ്ടപ്പെട്ടോളൂ. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യം, മറ്റൊരാൾ എന്ത് നേടി മറ്റൊരാൾക്ക് എന്തുണ്ടെന്ന് ഓർത്ത് ഒരിക്കലും വേദനിച്ചിരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ നമ്മൾ വേദനിച്ചിരിക്കുന്ന ഓരോ സമയവും നമുക്ക് നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും പിന്നീട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഒത്തിരി നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. സോ എല്ലാ ടൈമും യൂട്ടിലൈസ് ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ പുതിയ അനുഭവങ്ങൾ നേടുക. ഓരോ അനുഭവവും നമുക്ക് അവസാനം സന്തോഷങ്ങളിൽ മാത്രമേ എത്തിക്കൂ. മോട്ടിവേഷൻ കുറച്ച് കൂടിയല്ലേ. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തെ അരുവിക്കൽ ഡാമാണ്. ഇതറിയാത്ത ആളുകളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വളരെ സ്പെഷ്യലാണ്. ആധികാരികൾ വ്ളോഗേഴ്സ് അല്ലാത്തതുകൊണ്ട് എൻ്റെ മുക്കിലും മൂലിലും കവർ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ എൻ്റെ എന്താഗ്രഹമാണ് നടന്നെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കൊരു കുഞ്ഞൊരു ജോലി കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരു ചെറിയ ജോലി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.